അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മുബാറക് ഹോസ്പിറ്റൽ പ്രവാസിയുടെ പെരുന്നാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭക്തിയുടെയും പെരുന്നാളാണ് ഈ വലിയ പെരുന്നാൾ. ആ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൾഫിലെ ഏത് നാട്ടിലായാലും പ്രവാസികളുടെ വിശേഷങ്ങൾ കുറേയധികം ഉണ്ടാവും പെരുന്നാളുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ചില വിശേഷങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രവാസികൾക്ക് ഇത് ത്യാഗസ്മരണയുടെ മറ്റൊരു പെരുന്നാൾ കാലം. പ്രവാസ ലോകത്തെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതം തന്നെ ഒരു ബലിയാണ്. ഉറ്റവർക്കും ഉടയവർക്കും നല്ലൊരു ജീവിതം നൽകാനുള്ള തത്രപ്പാടുകളുടെ ബാക്കിപത്രം. എങ്കിലും ആഘോഷങ്ങളുടെ പൊലിമയിൽ നിന്ന് അവന് വിട്ടുനിൽക്കാൻ പറ്റില്ല. ഇന്ത്യക്കാരൻ മാത്രമല്ല, എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹങ്ങൾക്കും ഗൾഫ് നഗരങ്ങളിലെ ആഘോഷവേളകൾ ഏറെ പ്രിയപ്പെട്ടത് തന്നെ. ഇരു പെരുന്നാളുകൾ, ക്രിസ്മസ്, ഓണം ഉൾപ്പെടെ മറ്റു വിശേഷാവസരങ്ങളും അവർ തങ്ങളുടേതാക്കി മാറ്റുന്നു. ഉള്ളതുകൊണ്ട് ആഘോഷം ഗംഭീരമാക്കുന്നു. നീണ്ട അവധി ദിനങ്ങളും സർക്കാർ തല ആഘോഷ പരിപാടികളും കൂടിയതോടെ ബലിപെരുന്നാൾ പ്രവാസ ലോകത്തെ മുസ്ലിമുകളുടെ മാത്രമല്ല മുഴുവൻ മനുഷ്യരുടെയും ആഹ്ലാദത്തിമിർപ്പായി മാറുകയാണ്. ബലിപെരുന്നാളിൻ്റെ മുഖ്യ കർമ്മം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബലിയർപ്പിക്കലാണ്. ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് അതിന് സജ്ജീകരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ യു എയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എമിറേറ്റിലും അതിനായിട്ടുള്ള പ്രത്യേക ബലിമൃഗങ്ങളെ വിൽക്കുന്ന കാറ്റൽ മാർക്കറ്റുണ്ട്. അങ്ങനെയുള്ള ഒരു കാറ്റൽ മാർക്കറ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ വിൽക്കുന്ന മൃഗങ്ങളെക്കുറിച്ചും ഈ ആഘോഷം എങ്ങനെയാണ് പോകുന്നതെന്നുമെല്ലാം നമുക്ക് നോക്കാം ഷാർജ കാറ്റൽ മാർക്കറ്റിൽ. ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലെ കാറ്റൽ മാർക്കറ്റിലാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള കന്നുകാലികൾ ഇവിടെയുണ്ട്. ഈ പെരുന്നാളിന് ഏറ്റവും മുഖ്യമായ ഒരു കർമ്മം എന്ന് പറയുന്നത് ബലിയർപ്പിക്കലാണ്. ബലിയർപ്പിക്കലിനുള്ള മൃഗങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. പണ്ട് കഥ പറയുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആനിലും പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥ, അത് ഓർക്കാനായിട്ടാണ് ഈ ബലി പെരുന്നാൾ. മകനെ ബലിയർപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം ചെന്ന് മകനെ ബലിയർപ്പിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് അത് വേണ്ട ഒരു മൃഗത്തിനെ ബലിയർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ഒരു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മയാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത്. അതിനുവേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗങ്ങളാണ് എനിക്ക് ചുറ്റും ഇന്നിവിടെയുള്ളത്. ഷാർജ കാറ്റൽ മാർക്കറ്റിലെ അഷഫ്കയുടെ കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു ബലിപെരുന്നാളിൽ ഇവിടുത്തെ വ്യാപാരം എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്കറിയാൻ ശ്രമിക്കാം. അഷഫ്ക, ഇവിടെ ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള കന്നുകാലികൾ വരാറുള്ളത്? ഇവിടെ ഉള്ളത് പാകിസ്ഥാനുണ്ട്, സോമാലി ഉണ്ട്, പിന്നെ ഇവിടുത്തെ ലോക്കൽ. ഇന്ത്യയിൽ നിന്ന് വരാറുണ്ട്? ഇന്ത്യയിൽ നിന്നില്ല, പോയിരുന്നില്ല. ഇവിടെ ആരൊക്കെയാണ് പൊതുവെ ഇത് വാങ്ങിക്കാറുള്ളത്? വാങ്ങിക്കുന്നത് നമ്മളെ ഇവിടുത്തെ ലോക്കലുകൾ വാങ്ങിക്കും, പിന്നെ പുറത്തുള്ള മലയാളികളുണ്ട്, ഹിന്ദി, പാകിസ്ഥാൻ, ബംഗാളി കൂടുതലും ഈ പശുക്കളെ ഇതിൽ ഇറക്കാൻ കൊണ്ടുപോകാം. അഷഫ്കയുടെ വിശേഷം നമ്മൾ കേട്ടു. ഇവിടെ പൊതുവെ ജോലി തിരക്കിനിടയിൽ പെരുന്നാൾ ആഘോഷിക്കാൻ മറന്നുപോകുന്ന പ്രവാസികളാണ് നമുക്കിടയിലുള്ളത്. എന്നാലും മലയാളികളും ഇവിടെ ബലി മൃഗങ്ങളെയൊക്കെ വാങ്ങിക്കാറുണ്ട്. അതും സൊമാലിയയിൽ നിന്നുള്ള ആടുകളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയം. കാരണം വില കുറവാണ് എന്നുള്ളതുകൊണ്ട് മാത്രം. ഇന്ത്യയിൽ നിന്നുള്ള ആടുകൾക്ക് വില കൂടുതലാണ്, അതിന് ഡിമാൻഡും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബലിയുടെ അർത്ഥതലങ്ങൾ നന്നായി ഉൾക്കൊണ്ടതുകൊണ്ടാവാം അറബ് ലോകത്തെ ഓരോ കാലിച്ചന്തകളും നേരത്തെ തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഇത് ഷാർജയിലെ മൃഗവിപണി. പെരുന്നാൾ വേളകളിൽ ഈ മാർക്കറ്റിന് ഉറക്കം ഒട്ടുമില്ല. യു എയുടെ എല്ലാ എമിറേറ്റുകളിൽ നിന്നുള്ളവർ ഷാർജയിലെ ഈ കാലിച്ചന്ത തേടി വരും. കാലികളുടെ മികവ് നോക്കിയാണ് വില.
എല്ലാ ഗുണവിശേഷങ്ങളും ഒത്തുവന്നതിനെ തന്നെ വേണം ബലിയിടാനെന്ന നിർബന്ധത്തിലാണ് ഇവിടെ ആളുകൾ. അതുകൊണ്ട് പലപ്പോഴും ആർക്കും വില അത്ര പ്രശ്നമായി മാറുന്നില്ല. ആളുകളുടെ ഈ താല്പര്യം മുതലെടുക്കുന്നവരും കൂട്ടത്തിൽ ഇല്ലാതില്ല. ആടുകൾ മാത്രമല്ല, ഇവിടെ ആടും മാടും മറ്റ് പല മൃഗങ്ങളും നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ബലിപെരുന്നാളിന് ആൾക്കാർ വാങ്ങിക്കുന്നത് ആടുകളെ തന്നെയാണ്. ഇറക്കുമതി ഉരുക്കൾക്ക് പുറമെ തദ്ദേശീയ അറവ് മൃഗങ്ങൾക്കും ഇപ്പോൾ ആവശ്യക്കാരേറെ. മുമ്പൊക്കെ സ്വദേശികളുടെ മാത്രം പെരുന്നാൾ വിപണിയായിരുന്നു ഇത്. ഇപ്പോൾ ചിത്രമാകെ മാറി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളും ബലിമൃഗത്തെ തേടിയെത്തുന്നു. അംഗീകൃത അറവ് കേന്ദ്രം മുഖേനയല്ലാതെ മറ്റിടങ്ങളിലൊന്നും അറവ് പാടില്ലെന്ന കർശന നിയമമുണ്ട്. സ്വദേശികൾക്കൊപ്പം വിദേശികളും അത് കൃത്യമായി പാലിക്കുന്നു. ഷാർജ കാറ്റൽ മാർക്കറ്റിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. പണ്ട് ഗൾഫ് നാടുകളിൽ നിന്നും കുറേയധികം ആൾക്കാർ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയിരുന്നു, പ്രത്യേകിച്ച് മലയാളികൾ. അങ്ങനെയുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ജനാബ് കോയമ്മ തങ്ങൾ. 4 തവണയിലേറെ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആ വ്യക്തിയുമായി നമുക്ക് സംസാരിച്ച് കൂടുതൽ പെരുന്നാൾ വിശേഷങ്ങൾ അറിയാം. മുബാറക് ഹോസ്പിറ്റൽ പ്രവാസിയുടെ പെരുന്നാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പ്രതീകാത്മകമായ വലിയ പെരുന്നാളിനെ സംബന്ധിച്ച് അന്വേഷിച്ച നമ്മുടെ മിസ്റ്റർ ക്രിസ്റ്റിന് എൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും ആദ്യമായി നേരുകയാണ്. 80കളുടെ ആദ്യത്തിലാണ് ഞാൻ ഗൾഫിൽ വന്നത്. അന്ന് ഈ വലിയ പെരുന്നാൾ ഹജ്ജിന് ഇന്നത്തെ മാതിരിയുള്ള കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകളോ ഒന്നും ദുബായിലുണ്ടായിരുന്നില്ല. അബുദാബിയിലായിരുന്നു ഉണ്ടായത്. ദുബായിൽ ഇങ്ങനെയുള്ളൊരു അടുക്കും ചുറ്റുമുള്ളൊരു ഗ്രൂപ്പുകളൊക്കെ ആളുകളെ കൊണ്ടുപോകാൻ തുടങ്ങിയത് 86-ന് ശേഷമാണ്. അന്ന് നാട്ടിൽ ഇങ്ങനെയുള്ള പ്രൈവറ്റായിട്ട് ഹജ്ജ് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. എല്ലാം ഗവൺമെൻറ് മുഖേന. മറിച്ച് ഗൾഫിൽ അങ്ങനെ ആയിരുന്നില്ല. ഹജ്ജിന് പോകുന്നവരെ സംഘടിപ്പിച്ച് ഏകദേശം 1 മാസത്തോളം അവരുടെ ഭയങ്കരമായ സ്റ്റഡി കൊടുത്തിട്ടായിരുന്നു ഹജ്ജിൻ്റെ മക്കത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാസി ലോകത്തുനിന്ന് ഹജ്ജിന് പോകുന്നവരുടെ ആ ആരാധനാ കർമ്മങ്ങൾ 100% വൃഥാവിലാവാതെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ജനാബ് 83, 86 അതിനുശേഷം ഈ 90കളിലും പോയിട്ടുണ്ട്. 4 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ അനുഭവം എങ്ങനെയായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയാൽ ആ പോയ സന്ദർഭം എന്ന് പറഞ്ഞാൽ എവിടെയും ഭക്തിമയമായിരുന്നു. ഇവിടുന്ന് ഒരാൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ തന്നെ അവൻ സാധാരണയുള്ള ദുശ്ശീലങ്ങൾ, ഈവൻ സ്മോക്കിംഗ് വരെ നിർത്തും. അതെല്ലാം നിർത്തി ഒരു ശരിയായൊരു എല്ലാറ്റിനും പരിപൂർണമായ ഒരു തയ്യാറെടുപ്പോടുകൂടി കടങ്ങളൊക്കെ വീട്ടി രക്ഷിതാക്കൻ നാട്ടിലുള്ള ഉമ്മവാപ്പാന്മാരുടെ അന്ന് കത്താണ്, ഫോണില്ല, കത്തുകളിലൂടെ സമ്മതപത്രങ്ങൾ വാങ്ങി അങ്ങനെയായിരുന്നു. സ്വന്തം തന്നെ എംബസി പോയിട്ട് ഹജ്ജ് എടുപ്പിക്കണം, ഹജ്ജിൻ്റെ വിസ എടുപ്പിക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നത്തെ മാതിരി ഹംലകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും അന്ന് മലയാളികൾ അധികവും ഒരുമിച്ച് കൂടുക ദേരാ ദുബൈയിലുള്ള സെർവാനി പള്ളിയിലായിരുന്നു. അന്ന് ഞാൻ സെർവാനി പള്ളിയിൽ മുദരീസും കൂടിയായിരുന്നു, അവിടെ ദർശനം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ അവിടുന്ന് കോച്ചിങ് എല്ലാം കിട്ടി. അങ്ങനെ ഒരു അമീറിനെ തിരഞ്ഞെടുക്കും, ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. ആ നേതാവിൻ്റെ കീഴിലായിരുന്നു ഹജ്ജിന് പോകാറ്. ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ അന്നേരത്തെ സംഘടനകളൊന്നുമില്ല. ഞാൻ പോകുന്നു എന്നറിഞ്ഞ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ 10-35 ആൾ ഒന്നിച്ചായിരുന്നു ജിദ്ദയിലേക്ക് പുറപ്പെട്ടത്. അവിടെ ജിദ്ദയിലെത്തുമ്പോഴേക്കും ഇന്നത്തെ മാതിരിയല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മുത്തവിഫിനെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇന്ത്യക്കാർക്ക് ഇന്ന മുത്തവിഫ് എന്ന ലിസ്റ്റ് ഉണ്ട്. അത് നമുക്കിഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുത്താൽ അവർ നമ്മളെയും കൊണ്ട് മക്കയിലേക്ക് പോയി സൗകര്യം ചെയ്തു വന്നു. അങ്ങനെ എല്ലാറ്റിനും അവരുടെ സഹായമുണ്ടായിരുന്നു. സൗകര്യങ്ങൾ കൂടിയപ്പോൾ ആ ഭക്തിപരമായ ഒരു ആവേശം ജനങ്ങളിൽ നിന്നും തണുത്ത അവസാനം അതൊരു പിക്നിക് യാത്ര മാതിരിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മനോഭാവം കാണുമ്പോൾ കാലം മുന്നേറുന്നിടത്തോളം ഇങ്ങനെ ഒരു ഭക്തി സാന്ദ്രത കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനാബ്, വലിയ പെരുന്നാളിന് ജനാബിൻ്റെ ഒരു സന്ദേശം ജനങ്ങൾക്ക്? പിന്നെ വേറൊന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകങ്ങൾ കൂടിയായിരുന്നു പെരുന്നാൾ ആഘോഷം. മുമ്പേ വ്യത്യസ്ത മതക്കാർ അവരവരുടെ വ്യത്യസ്ത ചങ്ങാതിമാരുടെ റൂമിൽ ഒരുമിച്ച് കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പെരുന്നാൾ സദ്യ ഉള്ളത്. അതിന്ന് ഹോട്ടലിലേക്ക് ചെക്കേറിയപ്പോൾ ആ സൗഹൃദത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അന്ന് വ്യത്യസ്ത മതക്കാർ, അവിടെ ഒരു മതത്തിന് പ്രശ്നമില്ല,
അവരുടെ ചങ്ങാതിമാർ, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ ആൾക്കാരുടെ അന്നത്തെ പെരുന്നാൾ ഊണ് അവരുടെ മുസ്ലിം ചങ്ങാതിമാരുടെ വീട്ടിലായിരുന്നു. അവരുടെ വീടുകളിൽ ഒന്നും ഉണ്ടാവില്ല. ഈവൻ അമുസ്ലിം ഫാമിലികളുണ്ടെങ്കിൽ വരെ അവരുടെ സുഹൃത്തുക്കളായ മുസ്ലിം ഫാമിലിയോട് കൂടെ അവരായിരിക്കും അന്നത്തെ പെരുന്നാൾ തോന്നുന്നത്. അന്ന് ഉച്ചക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി, അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും ആ സംഭവം നടന്നിരിക്കും. മതപരമായ സൗഹൃദം, കുടുംബപരമായ സൗഹൃദം, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ പുതുക്കാനുള്ള ഒരു സന്ദർഭമാവട്ടെ പ്രവാസ ലോകത്തെ പെരുന്നാൾ ദിനങ്ങൾ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ജനാബ്, ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിലും ഈ ഒരു വലിയ പെരുന്നാൾ ഞങ്ങൾക്ക് ധന്യമാക്കാൻ, നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ സാധിക്കുന്നത് താങ്കളുടെ വാക്കിൽ നിന്നാണ്. വളരെയധികം നന്ദി. ഞങ്ങളുടെ ഭാഗത്തു നിന്നും, എൻ്റെ സ്വന്തം ഭാഗത്തു നിന്നും, ഞങ്ങളുടെ